ഗൈസ് നമ്മൾ കുറേയധികം ഇന്ത്യൻ ഡെവലപ്ഡ് അപ്കമിങ് ഗെയിംസ് കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മുംബൈ ഗല്ലീസ്, ഏജ് ഓഫ് ഭാരത്, സൺ ഓഫ് തഞ്ചായി. പക്ഷേ ഈ ഗെയിംസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ ഗെയിംസ് ഒക്കെ ഇന്ത്യയിൽ പോപ്പുലർ ആണെങ്കിലും ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ they don't give up. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപ്കമിങ് ഗെയിമുണ്ട്. ആ ഗെയിമിന് ഇന്ത്യയിലുള്ള പോപ്പുലാരിറ്റിയേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് പുറമെയാണ് പോപ്പുലാരിറ്റി. അതുമാത്രമല്ല ഇന്ത്യൻ ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഗെയിമും കൂടിയാണ് ഈ ഗെയിം. ആൻഡ് ദാറ്റ് ഗെയിം ഈസ് അൺലീഷ് ദി അവതാർ. ഇത് റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമിന് ഇന്ത്യക്ക് പുറമേ അറ്റൻഷൻ കിട്ടുന്നത്. ഇതിൽ റയറായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമിന് ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ പുറമൊരു രാജ്യത്ത് കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞ ഫിനോമിനയാണ് നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അൺലീഷ് ദി അവതാർ എന്ന് പറഞ്ഞ സോൾസ് ലൈക്ക് ഗെയിമിൻ്റെ കേസിൽ സംഭവിച്ചത്. നിങ്ങൾ മിക്കവരും ചിന്തിക്കുന്നുണ്ടാവും, എന്നാലും ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗെയിമിന് ഇന്ത്യയിലുള്ളതിനേക്കാൾ പോപ്പുലാരിറ്റി വേറൊരു രാജ്യത്തോ? അതേത് രാജ്യം? 2025 ഏപ്രിലായിരുന്നു അൺലീഷ് ദി അവതാർ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ആദ്യത്തെ ട്രെയിലർ ഇവർ ഷോക്കേസ് ചെയ്തത്. ഇത് അത്യാവശ്യം ഹൈപ്ഡ് അപ്പ് ഇവൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബ് പ്രീമിയർ വഴിയായിരുന്നു ഇത് ഇവർ ഷോക്കേസ് ചെയ്തത്. സോ കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന മിക്ക ആളുകളും വിചാരിച്ചിരുന്നത് നമ്മുടെ ബ്ലാക്ക് മിത്ത് വൂക്കോങ് അല്ലെങ്കിൽ സെക്യൂറോ ലെവൽ ക്വാളിറ്റി ഉള്ള ഒരു AAA ഗെയിം അല്ലെങ്കിൽ ക്ലോസ് ടു ആ ഗെയിംസിൻ്റെ ഒക്കെ ക്വാളിറ്റി ഉള്ളൊരു ഗെയിം ആയിരിക്കും ഇവർ ഷോക്കേസ് ചെയ്യാനായിരുന്നു. പക്ഷേ ഇവർ ഷോക്കേസ് ചെയ്തത് ഇതാണ്. സോ അത്രയും നേരം ഹൈപ്ഡ് അപ്പ് ആയി കാത്തിരുന്ന മിക്ക ആളുകളും ഡിസപ്പോയിൻറ്റഡ് ആയി, ഇൻക്ലൂഡിങ് മീ. ഡിസപ്പോയിൻറ്റഡ് ആയ മാത്രമല്ല, മിക്ക ആളുകളും ഈ ഗെയിമിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് കമൻസും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ ലൈവ് സ്ട്രീം കണ്ടുകൊണ്ടിരുന്ന മിക്ക ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇതൊരു ഏർലി ആൽഫ ഫുട്ടേജ് ആയിരുന്നു. റൂൾ നമ്പർ 1, ഒരു ഗെയിമിന് അതിൻ്റെ ഏർലി ആൽഫ ഫുട്ടേജ് കണ്ടിട്ട് ജഡ്ജ് ചെയ്യരുത്. ഇങ്ങനെയൊക്കെ പറയെങ്കിലും ഇവർ ഈ ഏർലി ആൽഫ ഫുട്ടേജ് കാണിച്ചുള്ള ഗെയിം പ്ലേയും ഗ്രാഫിക്സും അല്ലെങ്കിൽ ഓവറോൾ ഗെയിം നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. പക്ഷേ ഈ ട്രെയിലറിൽ മിക്ക ആളുകൾ ഹേറ്റ് ചെയ്തത് ഇതിൻ്റെ ഗെയിം പ്ലേയോ അല്ലെങ്കിൽ ഗ്രാഫിക്സോ ആയിരുന്നില്ല. ഇറ്റ് വാസ് ദിസ്. യെസ്, ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേ കണ്ട് ഓൾറെഡി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്ന ആൾക്കാർ ഈ ഒരു സീനും കൂടി കണ്ടപ്പോഴേക്കും ദേ ഗോട്ട് ട്രിഗേർഡ്. ഐ മീൻ, ക്യാൻ യു ബ്ലെയിം ദം? അങ്ങനെ ഈ ഗെയിമിൻ്റെ ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഹൈപ്പും ഹോപ്പും ഒക്കെ വന്ന വഴിക്ക് തന്നെ പോയി. അതുമാത്രമല്ല, ഈ ഗെയിമിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള അനദർ ഷിറ്റി ഇന്ത്യൻ ഡെവലപ്ഡ് ഗെയിമുകളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ ഗെയിമിൻ്റെ സെക്കൻഡ് ട്രെയിലർ ഡ്രോപ്പ് ആയത്. ആൻഡ് ദ സ്റ്റോറി കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. സീരിയസ്ലി ഈ ഗെയിമിൻ്റെ സെക്കൻഡ് ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി ഷോക്ക്ഡ് ആയിരുന്നു. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിലറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഗെയിം പ്ലേ ആണെങ്കിലും ആനിമേഷൻ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഇറ്റ് ഓൾ ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. അങ്ങനെ ഫസ്റ്റ് ട്രെയിലർ വന്നപ്പോൾ പോയ ഹോപ്പും ഹൈപ്പും ഒക്കെ സ്ലോലി തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സീൻ വന്നത്. ഇങ്ങനെ എനിക്ക് മാത്രമല്ല തോന്നിയത്, ഈ ട്രെയിലർ കണ്ടിട്ടുള്ള മിക്ക ഇന്ത്യൻ ഗെയിമേഴ്സും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, ഇതിൻ്റെ വിഷ്വൽസും ഗെയിം പ്ലേയും ആനിമേഷനും ഈവൻ വോയിസ് ആക്ടിങ്ങും സൗണ്ട് എഫക്ട്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ഇവർ അപ്രീഷിയേറ്റ് ചെയ്തെങ്കിലും ഈ ഒരു സീൻ വന്നപ്പോൾ ദേ ഓൾ ക്രിഞ്ച്ഡ്. ഇങ്ങനെ ഇന്ത്യയിൽ അൺലീഷ് ദി അവതാർ എന്ന് പറഞ്ഞ ഗെയിമിന് മിക്സ്ഡ് റിവ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംതിങ് ഡിഫറെൻറ്റ് വാസ് ഹാപ്പനിങ് ഇൻ ചൈന. യെസ്, ചൈനയിൽ ഈ ഗെയിം എക്സ്ട്രീംലി വൈറലായി എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ ഹേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹെയർ സ്വൈപ്പ് സീൻ ഉണ്ടല്ലോ, അത് ചൈനയിൽ കയറി കത്തി എന്ന് പറയുന്നത് പോലും അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആയി പോകും. കാരണം ഈ ഒരു ഹെയർ സ്വൈപ്പ് സീന് അത്രയധികം പോപ്പുലറായിട്ട് അവിടെയുള്ള ഗെയിം ഡെവലപ്പേഴ്സ് ഇതിൻ്റെ മോഡ്സ് ബ്ലാക്ക് മിത്ത് വൂക്കോങ്, സെക്യൂറോ, അതുപോലെ മൈൻക്രാഫ്റ്റ് ഈ ഗെയിംസിലൊക്കെ ആഡ് ചെയ്തു. ഇങ്ങനെ ഗെയിംസിൻ്റെ മോഡ്സ് മാത്രമല്ല, ഈ ഹെയർ സ്വൈപ്പ് ആനിമേഷൻ അത്രയധികം വൈറലായതിനു ശേഷം കുറേ യൂട്യൂബേഴ്സ് ഇത് റിയൽ ലൈഫിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് ആക്ച്വലി ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മിക്ക ഇന്ത്യൻ ഗെയിമേഴ്സും ക്രിഞ്ചായിട്ട് നമ്മൾ മൂവീസിൽ മാത്രം കാണുന്ന സംഭവമാണിത്. അങ്ങനെയുള്ള സാധനം ഗെയിമിൽ വന്നപ്പോൾ പോലും ഇന്ത്യൻ ഗെയിമേഴ്സ് ഇതിനെ എഗെയിൻസ്റ്റ് ആണ് മിക്ക ആളുകൾ നെഗറ്റീവ് കമൻസ് ഇട്ടതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചൈനയിൽ നമ്മൾ എന്താണോ ഹേറ്റ് ചെയ്ത് ആ എക്സാക്ട് സാധനം ഇറ്റ് വെൻ വൈറൽ. ഇത് ജസ്റ്റ് മീം എന്നുള്ള രീതിയിൽ മാത്രമല്ല ചൈനയിൽ വൈറൽ. കുറേ ഗെയിമേഴ്സ് ആക്ച്വലി ഈ ഗെയിം കളിക്കാൻ വേണ്ടി ഹൈപ്ഡപ്പ് ആണ്. അതിന് പുറമെ മീം എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഏതോ ഒരു ഡെവലപ്പർ ഈ ഒരു ഗെയിം പ്ലേ ട്രെയിലറോ അല്ലെങ്കിൽ ആൽഫ ഫുട്ടേജിനെ ബേസ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഗെയിം തന്നെ ഇപ്പോൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ചൈനയിലെ യൂട്യൂബായി കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിലിബിലി. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഗെയിമുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് ഏകദേശം 800 മില്യൺ വ്യൂസ് ഉണ്ട്. 800 മില്യൺ വ്യൂസ്, ദാറ്റ്സ് ഇൻസെയിൻ. ഈ ഗെയിം ചൈനയിൽ ഫേമസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇതൊരു നല്ല ഗെയിം ആവില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്ക് അറിയുന്ന കാര്യമാണ്. ഇതിനി ചൈനയിൽ പോപ്പുലർ ആയില്ലെങ്കിൽ പോലും ഈ ഗെയിമിൻ്റെ സെക്കൻഡ് ട്രെയിലറിൽ ഇവർ കാണിച്ചിട്ടുള്ള ഗെയിം പ്ലേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഇന്ത്യൻ അപ്കമിങ് ഗെയിംസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. എസ്പെഷ്യലി ഈ ഗെയിമിലെ ആനിമേഷനാണ് എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതായി തോന്നിയിട്ടുള്ളത്. കാരണം മിക്ക ഇന്ത്യൻ ഗെയിംസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏജ് ഓഫ് ഭാരത് എന്ന് പറഞ്ഞ ഗെയിം എടുത്ത് നോക്കാം. ആ ഗെയിമിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തുടക്കം നമ്മൾ വിഷ്വൽസ് കാണുമ്പോൾ ഓബ്വിയസ്ലി CGI ആണെങ്കിൽ പോലും യെസ് വിഷ്വലി ഈ ഗെയിം മോശമില്ലാലോ എന്ന് തോന്നും. പിന്നീട് ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേ തുടങ്ങുമ്പോൾ യെസ് അപ്പോൾ പോലും ഇതിൻ്റെ വിഷ്വൽസ് അത്ര മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഗെയിമിൻ്റെ ആനിമേഷൻ ഗെയിം പ്ലേ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ജഡ്ജ് ചെയ്ത് തുടങ്ങും. എസ്പെഷ്യലി ഇതിലെ കോമ്പാറ്റ് നോക്കുകയാണെങ്കിലും റണ്ണിങ് ആനിമേഷൻ നോക്കുകയാണെങ്കിലും ഓവറോൾ ആനിമേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് സ്ലോ, സ്ലഗിഷ് ആൻഡ് ക്ലഗ്ഗി. ഇത് മിക്ക ഇന്ത്യൻ ഡെവലപ്ഡ് ഗെയിംസിലും കാണുന്ന ഒരു കാര്യമാണ്. ഗെയിമിൻ്റെ വിഷ്വൽസ് അത്ര മോശമല്ലെങ്കിലും ഈ ഗെയിംസിൻ്റെ ഒക്കെ ആനിമേഷൻ മോസ്റ്റ്ലി ദേ ഹോൾ സക്ക്. പക്ഷേ അൺലീഷ് ദി അവതാർ എന്ന് പറഞ്ഞ ഗെയിമിലെ ആനിമേഷൻ അത് ഫ്രീ റണ്ണിങ് ആനിമേഷൻ ആണെങ്കിലും ജമ്പിങ് ആനിമേഷൻ ആണെങ്കിലും കോമ്പാറ്റ് ആനിമേഷൻ ആണെങ്കിലും ആക്ച്വലി നമ്മൾ കളിക്കുന്ന ബിഗ് ബഡ്ജറ്റ് AAA ഗെയിംസിലെ ആനിമേഷനുമായിട്ട് ഒരു പരിധി വരെ കമ്പയറബിൾ ആണ്. യെസ് ഇതും പ്യൂർലി AAA ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിലെ കോമ്പാറ്റ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതിലെ ഫേഷ്യൽ ആനിമേഷൻസ് നോക്കുകയാണെങ്കിലും ഇതിൽ കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഇന്ത്യൻ ഡെവലപ്ഡ് ഗെയിംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഡെഫിനറ്റ്ലി സ്റ്റാൻഡ് ഔട്ട്. പിന്നെ എനിക്ക് ഈ ഒരു ഗെയിമിൻ്റെ നെഗറ്റീവായി തോന്നിയിട്ടുള്ളൊരു കാര്യം ഒന്ന് ഇതിൻ്റെ ഫേഷ്യൽ ആനിമേഷനാണ്. അതിൽ പുറമെ ഇതിലെ വോയിസ് ആക്ടിംഗ് ആണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആസ് ആൻ ഇന്ത്യൻ ഗെയിം ഇത് ഹിന്ദി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ജാപ്പനീസ് ഗെയിംസ് നോക്കുകയാണെങ്കിലും ചൈനീസ് ഗെയിംസ് നോക്കുകയാണെങ്കിലും ഈവൻ ദോ അവരും ഇംഗ്ലീഷ് ഡബ് ചെയ്യാറുണ്ടെങ്കിൽ പോലും മെയിൻ ഗെയിം അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ബ്ലാക്ക് മിത്ത് വുക്കോങ് കളിച്ചിട്ടുള്ളത് ചൈനീസ് ലാംഗ്വേജിലാണ്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഗെയിം എന്നുള്ള നിലയിൽ ഐ തിങ്ക് ഹിന്ദി വിൽ സൗണ്ട് ബെറ്റർ. ഇൻഫാക്ട് ഇത് കുറേ ഫോറിൻ ഗെയിമേഴ്സ് പറയുന്ന കാര്യമാണ്. നമ്മളെ ചൈനീസ് ഗെയിംസിനെ കുറിച്ചാണെങ്കിലും ജാപ്പനീസ് ഗെയിംസിനെ കുറിച്ചാണെങ്കിലും മിക്ക ആളുകളും ഇംഗ്ലീഷ് വേർഷനേക്കാളും പ്രിഫർ ചെയ്യുന്നത് അവരുടെ നേറ്റീവ് ലാംഗ്വേജ്, അത് ചൈനീസ് ഗെയിം ആണെങ്കിൽ ചൈനീസും ജാപ്പനീസ് ഗെയിം ആണെങ്കിൽ ജാപ്പനീസുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഇന്ത്യൻ ഗെയിം എന്ന നിലയിൽ ഇറ്റ് ഷുഡ് ബി ഇന്ത്യൻ ലാംഗ്വേജ് വിച്ച് ഈസ് ഹിന്ദി. ഗൈസ് നിങ്ങൾ ഇനി ലാംഗ്വേജ് വാറൊന്നും കമൻറ്റ് സെക്ഷനിൽ തുടങ്ങരുത്. ഐ ഡോണ്ട് ഈവൻ ലൈക്ക് ഹിന്ദി. ആസ് ഓഫ് നൗ ഈ ഗെയിം റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2027 ഇപ്പോൾ ഏകദേശം 40ൻ്റെ അടുത്ത ആളുകൾ ഈ ഗെയിമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്ലാൻ പ്രകാരം മോസ്റ്റ് ലൈക്ലി PC-യിലും കൺസോളിലും ആയിരിക്കും ഈ ഗെയിം റിലീസ് ചെയ്യുന്നത്. മേ ബി ഇവഞ്ച്വലി ആസ് ആൻ ഇന്ത്യൻ ഗെയിം മൊബൈലിലും റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓണസ്റ്റ്ലി ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഇന്ത്യൻ ഡെവലപ്ഡ് ഗെയിംസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹോപ്പ് ഉള്ളതും അത്യാവശ്യം ഹൈപ്ഡ് ആയിട്ടുള്ള ഗെയിമുമാണ് അൺലീഷ് ദി അവതാർ. ഇതിൻ്റെ റീസൺ ഓബ്വിയസ്ലി ഒന്ന് ഇവർ തുടക്കം കാണിച്ചുള്ള ട്രെയിലറും സെക്കൻഡ് ട്രെയിലറും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ്. കാരണം തുടക്കമുള്ള ട്രെയിലർ കണ്ടപ്പോൾ ആക്ച്വലി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഈവൻ ദോ അത് ഏർലി ആൽഫ ഫുട്ടേജ് ആണെങ്കിൽ പോലും. പക്ഷേ സെക്കൻഡ് ട്രെയിലറിൽ ഇവർ കാണിച്ചിട്ടുള്ളത് അഗെയിൻ ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള ഗെയിമാണ്. ഗെയിമിൻ്റെ ചെറിയൊരു പോർഷൻ ആണെങ്കിൽ പോലും ഓവറോൾ ഗെയിം പ്ലേ നോക്കുകയാണെങ്കിലും ആനിമേഷൻ നോക്കുകയാണെങ്കിലും ഇറ്റ് ഹാസ് ദാറ്റ് AAA ക്വാളിറ്റി. അതുമാത്രമല്ല ഇന്ത്യക്ക് പുറമേയും ഈ ഗെയിമിന് നല്ല സ്കോപ്പ് ഉണ്ട്. അതിൻ്റെ വലിയൊരു സൈനാണ് ഈ ഒരു ഗെയിം ചൈനയിൽ വൈറലായത്. കാരണം നിങ്ങൾക്കറിയുന്ന കാര്യമാണ് മിക്ക ഇന്ത്യൻ ഗെയിംസും മാർക്കറ്റ് ചെയ്യുന്നത് ഇത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഗെയിംസ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പേഴ്സണലി അതിൻ്റെ ഒരു ഫാനല്ല. യെസ് ഒരു ഗെയിം ഇനീഷ്യലി മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്താണ് അങ്ങനെ പറയാം. ഫോർ എക്സാമ്പിൾ മുംബൈ ഗള്ളീസ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് ഇന്ത്യൻ ഗെയിം ആണെങ്കിലും ഇന്ത്യൻ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ കിട്ടാനും അല്ലെങ്കിൽ ജനറലി ആളുകളെ കൊണ്ട് ഈ ഗെയിമിനെ കുറിച്ച് പറയിക്കാനും വേണ്ടി അങ്ങനെ ചെയ്യാം. പക്ഷേ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് റിപ്പീറ്റഡ്ലി ഇന്ത്യൻ മെയ്ഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യക്ക് പുറമെയുള്ള ആളുകൾ ദേ വോണ്ട് ഗിവ് എ ഷിറ്റ്. അതുമാത്രമല്ല ഫോറിൻ ഗെയിമേഴ്സൊക്കെ
നിങ്ങൾക്ക് ഈ ഗെയിം വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ ഡെവലപ്ഡ് ഗെയിം വാങ്ങിക്കണമെങ്കിലും ആ ഗെയിമിൽ എന്തെങ്കിലും വേണം. അല്ലാതെ ഇത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഗെയിമാണെന്ന് പറഞ്ഞിട്ട് മിക്ക ആളുകളും വാങ്ങാൻ ചാൻസ് ഇല്ല. അൺലെസ് അവർ മീമായിട്ടുള്ള രീതിയിലാണ് ഈ ഗെയിമിനെ കാണുന്നതെങ്കിൽ യെസ് അങ്ങനെ വാങ്ങിക്കാം. അല്ലാതെ ആക്ച്വലി ഒരു സീരിയസ് ലെവലിൽ പുറമുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഗെയിമേഴ്സ് ഗെയിം വാങ്ങിക്കണമെങ്കിൽ ദർ ഹാസ് ടു ബി സംതിങ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഗെയിമിന് ഓൾറെഡി ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ചൈനയിലെ ഓഡിയൻസ് ഇത് മീം രീതിയിലാണെങ്കിൽ പോലും വൈറലാക്കിയിട്ടുണ്ട്. ഇനി ഈ ഗെയിം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രോപ്പർ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നല്ല ഗെയിം പ്ലേയും നല്ല സ്റ്റോറിയുള്ള ഒരു ഗെയിമായിട്ട് ഇത് പുറത്തിറങ്ങുകയാണെങ്കിൽ ഇത് ഇന്ത്യയിലല്ല ചൈനയിലും ഫേമസ് ആവാൻ ചാൻസ് ഉണ്ട്. ചൈനയിൽ ഫേമസ് ആയാൽ ഇറ്റ് വിൽ സ്പ്രെഡ് അക്രോസ് ഏഷ്യ. അതുകൊണ്ടാണ് ഞാൻ തുടക്കം പറഞ്ഞത് ഇന്ത്യൻ ഗെയിം ഡെവലപ്മെൻറ്റ് തന്നെ ഫേസ് അല്ലെങ്കിൽ മുഖച്ഛായ മാറ്റാൻ സാധ്യതയുള്ളൊരു ഗെയിമും കൂടിയാണ്. എഗെയിൻ ഈ ഗെയിം പ്രോപ്പർലി ഡെവലപ്പ് ചെയ്ത് പ്രോപ്പർലി ഡെലിവറി ചെയ്താലേ നടക്കൂ. നമ്മൾ ഈ ഗെയിമിൻ്റെ ചെറിയൊരു പോർഷനേ കണ്ടിട്ടുള്ളൂ. ആ ഒരു പോർഷൻ വെച്ച് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഈ ഗെയിമിന് എക്സ്ട്രീം പൊട്ടൻഷ്യൽ ഉള്ളൊരു ഗെയിമായിട്ടാണ് ഞാൻ കാണുന്നത്. ജസ്റ്റ് ഇന്ത്യൻ ഡെവലപ്ഡ് ഗെയിമുള്ള രീതിയിലല്ല, ഇന്ത്യൻ മൈത്തോളജി ബേസ് ചെയ്തിട്ടുള്ള ഗെയിംസ് പൊതുവേ കുറവാണ്. സോ ആ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെ ഫോറിനേഴ്സിന് ഇത് അപ്പീലിംഗ് ആയിരിക്കും. അതിന് പുറമെ നല്ല ഗെയിം പ്ലേയും അല്ലെങ്കിൽ ഓവറോൾ നല്ല രീതിയിലാണ് ഗെയിം പുറത്തിറങ്ങുന്നതെങ്കിൽ I think most people will absolutely buy it. So out of all Indian developed upcoming games എനിക്ക് ഹൈ ഹോപ്പുള്ള ഒരു ഗെയിമാണ് ഇതും. പിന്നെ രാജീൻ്റെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്. ആ ഗെയിം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എസ്പെഷ്യലി ഈ ഗെയിം കാരണം ഇത് കംപ്ലീറ്റ്ലി ബ്രാൻഡ് ന്യൂ ടൈറ്റിലാണ്. ഇതുവരെ കാണാത്തൊരു ടൈറ്റിലാണ്, നമ്മുടെ മിത്തോളജി ബേസ്ഡ് ടൈറ്റിലാണ്. അതുപോലെ അത്യാവശ്യം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ് കണ്ടിട്ട്. സോ I am hopeful. Pinanana another video regular. I hope you guys enjoyed this video. If you did, give it a big thumbs up and I'll catch you guys in my next video. Till then, goodbye and peace.